നമസ്കാരം. പാക് അധീന കശ്മീരിൽ പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ വിവേചന നയങ്ങൾക്കും സാമ്പത്തിക ചൂഷണങ്ങൾക്കുമെതിരായ ജനകീയ പ്രക്ഷോഭം ആഭ്യന്തര കലാപത്തിലേക്ക് വഴിമാറുന്നു. തലസ്ഥാനമായ മുസഫറാബാദിലേക്ക് പ്രഖ്യാപിച്ച ലോങ് മാർച്ചുമായി ബന്ധപ്പെട്ട് പൂഞ്ച് ഡിവിഷനിൽ സുരക്ഷാ സേനയും പ്രക്ഷോഭകരും തമ്മിലുണ്ടായ കനത്ത ഏറ്റുമുട്ടലിൽ 12 പേർ കൊല്ലപ്പെട്ടു. മരണപ്പെട്ടവരിൽ 10 പേർ സാധാരണക്കാരും 2 പേർ സുരക്ഷാ ഉദ്യോഗസ്ഥരുമാണ്. സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണാതീതമായതോടെ മേഖലയിൽ പാകിസ്ഥാൻ 4000-ഓളം അർദ്ധസൈനികരെയും പോലീസിനെയും അടിയന്തരമായി വിന്യസിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലുകളിൽ 10 സാധാരണക്കാരും 2 സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടു. പൂഞ്ച് ഡിവിഷനിലാണ് പ്രധാനമായും അക്രമാസക്തമായ ഏറ്റുമുട്ടലുകൾ നടന്നത്. പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് വിവരങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ഭരണകൂടം റാവൽകോട്ടിൽ മാധ്യമങ്ങൾക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പ്രക്ഷോഭകർ മുസഫറാബാദിലേക്ക് കടക്കുന്നത് തടയാൻ നഗരങ്ങൾ പൂർണ്ണമായും അടച്ചുപൂട്ടിയ നിലയിലാണ്. വരാനിരിക്കുന്ന ജൂലൈ 27-ലെ പാക് അധീന കശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ വലിയ ജനകീയ സമരം നടക്കുന്നത്. പണപ്പെരുപ്പം മൂലം ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ജനങ്ങൾക്ക് ആശ്വാസമായി ഗോതമ്പ് സബ്സിഡി പുനഃസ്ഥാപിക്കുക, അമിതമായ വൈദ്യുതി നിരക്ക് കുറയ്ക്കുക, ഭരണവർഗത്തിന്റെ സവിശേഷ ആനുകൂല്യങ്ങൾ നിർത്തലാക്കുക, കുറഞ്ഞ പ്രതിമാസ വേതനം ഉറപ്പാക്കുക, ഒപ്പം ഈ പ്രദേശത്തെ പ്രകൃതി വിഭവങ്ങൾക്ക് മേൽ പ്രാദേശിക ജനങ്ങൾക്ക് പൂർണ്ണ നിയന്ത്രണം നൽകുക എന്നിവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ. ഇവയ്ക്ക് പുറമെ കശ്മീരി അഭയാർത്ഥികൾക്കായി പാക് അധീന കശ്മീർ നിയമസഭയിൽ നീക്കിവെച്ചിട്ടുള്ള 12 പ്രത്യേക സീറ്റുകൾ നിർത്തലാക്കണമെന്ന രാഷ്ട്രീയ ആവശ്യവും പ്രക്ഷോഭകർ ശക്തമായി മുന്നോട്ട് വെക്കുന്നുണ്ട്. പാകിസ്ഥാനിലെ മറ്റു ഭാഗങ്ങളിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി മാറ്റിവെച്ചിരിക്കുന്ന ഈ സീറ്റുകൾ വഴി പുറത്തു നിന്നുള്ളവർ മേഖലയിലെ രാഷ്ട്രീയത്തിൽ അനാവശ്യമായി ഇടപെടുന്നുവെന്നാണ് പ്രാദേശിക ജനങ്ങളുടെ ആക്ഷേപം. മുൻപ് നടന്ന സമരങ്ങളുടെ പേരിൽ ജയിലിലടച്ച പ്രക്ഷോഭകരെയും നേതാക്കളെയും ഉടനടി മോചിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. മുസഫറാബാദിലേക്ക് ഏകദേശം 40,000-ഓളം പേർ പങ്കെടുക്കുന്ന മഹാമാർച്ച് പ്രഖ്യാപിക്കപ്പെട്ടതോടെ പ്രക്ഷോഭകരെ തടയാനായി റാവൽകോട്ട് ഉൾപ്പെടെയുള്ള പ്രമുഖ നഗരങ്ങൾ സുരക്ഷാ സേന പൂർണ്ണമായി അടച്ചുപൂട്ടുകയായിരുന്നു. സമരം അടിച്ചമർത്താൻ സൈന്യം വ്യാപകമായി കണ്ണീർ വാതകവും വെടിയുണ്ടകളും ഉപയോഗിച്ചതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. എന്നാൽ സമരക്കാർ സായുധരാണെന്നും കലാപമുണ്ടാക്കാനാണ് ശ്രമമെന്നുമാണ് പാക് ഭരണകൂടത്തിന്റെ ആരോപണം. തങ്ങൾ സമാധാനപരമായിട്ടാണ് സമരം ചെയ്തതെന്നും നുഴഞ്ഞുകയറ്റക്കാരെ ഉപയോഗിച്ച് വെടിവെപ്പ് നടത്തി പ്രക്ഷോഭത്തെ കരിവാരിത്തേക്കാനാണ് സൈന്യം ശ്രമിക്കുന്നതെന്നും ആക്ഷൻ കമ്മിറ്റി ഇതിന് മറുപടി നൽകി. പ്രക്ഷോഭകരെ ഭീകരവാദികളായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന പാക് അധികൃതർ ഇതിനകം തന്നെ 150-ലധികം പേർക്കെതിരെ ഭീകരവിരുദ്ധ നിയമപ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും അവർ ആരോപിക്കുന്നു. പ്രതിഷേധക്കാർ ആയുധധാരികളാണെന്ന് പാക് സൈന്യം ആരോപിക്കുമ്പോൾ തങ്ങൾ സമാധാനപരമായിട്ടാണ് സമരം ചെയ്യുന്നതെന്നും സൈന്യം നുഴഞ്ഞുകയറ്റക്കാരെ വിട്ട് വെടിവെപ്പ് നടത്തി സമരത്തിന്റെ ഗതി മാറ്റുകയാണെന്നും അവർ തിരിച്ചടിച്ചു. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പാക് ഭരണകൂടത്തിന്റെ നീക്കം. ഇത് മേഖലയിൽ കൂടുതൽ സംഘർഷത്തിന് വഴിവെക്കുമെന്ന ആശങ്ക ശക്തമാണ്. മേഖലയിൽ നടക്കുന്ന സൈനിക അതിക്രമങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങളുടെയും യഥാർത്ഥ വിവരങ്ങൾ പുറലോകം അറിയാതിരിക്കാനാണ് ഇതിനിടയിൽ മാധ്യമങ്ങൾക്ക് കടുത്ത വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സംഘർഷ മേഖലകളിൽ ഇന്റർനെറ്റ്, മൊബൈൽ, ലാൻഡ്ലൈൻ ബന്ധങ്ങൾ പൂർണ്ണമായും വിച്ഛേദിച്ചു. പ്രക്ഷോഭം ശക്തമായതോടെ മേഖലയിലേക്കുള്ള ഭക്ഷണവും അടിയന്തര മരുന്ന് വിതരണവും പാക് ഭരണകൂടം തടഞ്ഞതായും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. കടുത്ത ദുരിതത്തിലായ ഇവിടുത്തെ ജനങ്ങൾ തങ്ങളെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. പാക് അധീന കശ്മീരിലെ ജനങ്ങൾ നേരിടുന്ന ദശാബ്ദങ്ങൾ നീണ്ട ചൂഷണത്തിന്റെയും അവകാശ നിഷേധത്തിന്റെയും സ്വാഭാവിക പ്രതിഫലനമാണ് ഈ പ്രക്ഷോഭമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി പ്രതികരിച്ചു. സ്വന്തം ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ക്രൂരമായ ബലപ്രയോഗമാണ് നടത്തുന്നതെന്നും ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെട്ട് പാകിസ്ഥാനെ ഉത്തരവാദികളാക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. സൈനിക നടപടികളുമായി മുന്നോട്ട് പോകാനുള്ള പാക് ഭരണകൂടത്തിന്റെ നീക്കം മേഖലയെ കൂടുതൽ രക്തച്ചൊരിച്ചിലേക്ക് നയിക്കുമെന്ന ആശങ്ക ശക്തമാണ്.